Hello children, welcome to Hindi Mitra. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കായി തീൻ ഖുൽത്തി എന്ന സാരിയുടെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ്. ജബ് ഹം ധീരെ ചലത്തെ ഹെ. യഹ് ഹെ മൈത്തേയോ, ആധാ ഫ്രഞ്ച് ആധാ ഇറ്റാലിയൻ. ഇവിടെ ലേഖക് മൈത്തേയോ എന്ന ഒരു മ്യൂസിഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ആധാ ഫ്രഞ്ച്, പകുതി ഫ്രഞ്ചും പകുതി ഇറ്റാലിയനുമാണ്. മൈത്തേയോ സ്ലെവേനിയോ ഓർ ഇറ്റലിക്ക് ബോർഡർ पर रहता है. മൈത്തേയോ താമസിക്കുന്നത് സ്ലെവേനിയോ ഇറ്റലിയുടെ ബോർഡറിൻ്റെ അടുത്താണ്. ഹമാരി മണ്ഡലി കാ സബ്സെ ചോട്ടാ സദസ്യ, നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയൊരു മെമ്പറാണ് മൈത്തേയോ. हम उसे बच्चा बच्चा बुलाते थे, पर जब वो संगीत बजाता तो जैसे समा बांध जाता था. നമ്മൾ അവനെ ബച്ച ബച്ച എന്ന് വിളിക്കുമായിരുന്നു. പക്ഷേ അവൻ സംഗീത ഉപകരണം വായിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായ, കുട്ടിയാണ് വായിച്ചതെന്ന് നമുക്ക് തോന്നത്തേയില്ല, അത്രയും മനോഹരമായി അവൻ സംഗീത ഉപകരണം വായിക്കുമായിരുന്നു. अकॉर्डियन पर उसकी बजाई खूबसूरत धुनी हवाओं को तिरका देती थी. അക്കാഡിയൻ എന്നൊരു സംഗീത ഉപകരണമാണ് മൈത്തേയി വായിക്കുന്നത്. അവൻ്റെ ആ സംഗീതം കേട്ട് കഴിഞ്ഞാൽ കാറ്റ് പോലും ആ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നതായി നമുക്ക് തോന്നും. दिन में हम जहाँ से गुजरते लोग हमें शो का न्योता देते थे. നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ പോകുന്ന വഴിയിൽ ആളുകൾ നമ്മളെ ഷോ ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. एक महिला ने अपने बालकनी पर आकर कहा कि वे चल नहीं सकती है, इसलिए नहीं आ पाएंगे. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു മഹിള നമ്മളോട് ബാൽക്കണിയിൽ നിന്ന് പറഞ്ഞു അവർക്ക് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മുടെ ഷോ കാണാൻ കഴിയില്ല എന്ന്. ഇസ് സുൻകർ മൈത്തേയെ വഹീം കടേ ഹോക്കർ ഉൻകേലെ പെർഫോം കിയ. ഇത് കേട്ടിട്ട് മൈത്തേയോ അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പെർഫോം ചെയ്തു. मैं जैतून के एक पेड़ के नीचे बड़े से कैनवास पर चित्र बना रहा था. ഞാൻ ഒലിവുമരത്തിൻ്റെ താഴെ ഇരുന്ന് വലിയൊരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുകയായിരുന്നു. സ്റ്റേജ് ഭി വഹീത്ത ജഹാം പെർഫോംസ് ഓ രഹേ തേ. സ്റ്റേജും പെർഫോമൻസ് നടക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. അപ്പനെ പസന്ദീദ പേട് കെ നീച്ചെ ബൈറ്റ് മേ ബെഡാ കോഷ് ത. എനിക്ക് ഇഷ്ടപ്പെട്ട മരമായിരുന്നു ഒലിവുമരം. അവിടെ ഇരുന്നപ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മുझे ജൈത്തൂൻ കി പത്തിയാ ബഹുത് സുന്ദർ ലഗത്തി. എനിക്ക് ജൈത്തൂൻ ഒലിവുമരത്തിൻ്റെ ഇലകൾ വളരെ ഇഷ്ടമാണ്. മീനി ഉസ് ശഹർ കെ ചർച്ചോ കോ ഉലട്ടാ ബനായ അപ്പനെ പെൻ കി തരഹ്. ഞാൻ അവിടുത്തെ നഗരത്തിലെ ചർച്ചുകളെ തലതിരിച്ച് വരച്ചു. അപ്പനെ പെൻ കി തരക് മേഘ് ബനാ ഹി രഹാ താ കി കാതറീന ഗാത്തി ഗാത്തി രോനെ ലഹി. ഞാൻ ഇത് വരയ്ക്കുന്ന സമയത്ത് കാതറീന പാട്ടുപാടി കരയുകയായിരുന്നു. ഉസി സമയം ജൈത്തൂൻ കെ കുച്ച് പത്തെ മേരി സ്കെച്ച് ബുക്ക് പർ ഗിരെ ഹെ. ആ സമയത്ത് ജൈത്തൂൻ ഒലിവുമരത്തിൻ്റെ ഇലകൾ എൻ്റെ സ്കെച്ച് ബുക്കിൽ വന്ന് വീണു. മുझे वो आंसू की तरह है. എനിക്ക് അത് കണ്ണുനീർ തുള്ളികളായി തോന്നി. ഹമാരാ പിച്ഛല പെർഫോമൻസ് അച്ഛാ നഹി ഹുവാ താ, ഹം സബ് തനാവ് മേ ഥേ. നമ്മുടെ കഴിഞ്ഞ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നില്ല, നമ്മളെല്ലാം വലിയ ടെൻഷനിലായിരുന്നു. पर आज जैसे ही कुर्दिस्तान की आश्ती और ईरान के मेहंदी ने सांस बजाते हुए गाना शुरू किया तो सब मज़े से उनके आसपास नाचने लगे. പക്ഷേ ഇന്ന് കുർദിസ്ഥാനിലെ അഷ്ടിയും ഇറാനിലെ മെഹന്തിയും സാസ് എന്ന വാദ്യോപകരണം വായിച്ചപ്പോൾ എല്ലാവരും ഉത്സാഹത്തോടുകൂടി നൃത്തം ചെയ്യാൻ തുടങ്ങി. अचानक लगा जैसे हम किसी धागे से बांधे हुए हैं, लगा जैसे हम जैतून की पत्तियों से सरसरा रहे हैं. അഷ്തിയുടെയും മെഹന്തിയുടെയും വാദ്യോപകരണം ഉപയോഗിച്ചുള്ള പാട്ട് കേട്ട് എല്ലാവരും സ്വയം മറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് തോന്നിയത് നമ്മൾ ഏതോ അദൃശ്യയായ നൂലിൽ ബന്ധനസ്ഥയായി നിൽക്കുകയാണെന്നാണ്. ജൈത്തൂൻ വൃക്ഷത്തിൽ നിന്നും ഇലകൾ നമുക്ക് ചുറ്റും താഴെ വീഴുന്നതായി നമുക്ക് തോന്നി. हमारा आखिरी परफॉर्मेंस कोडो वाडो नाम के एक कम्यून के एक किले में हुआ. നമ്മുടെ അവസാനത്തെ പെർഫോമൻസ് കോഡോ വാഡോ എന്ന ഒരു ഫോർട്ടിലായിരുന്നു, ഒരു കോട്ടയിലായിരുന്നു. വഹാം ജാക്കർ മുझे പതാ ചലാ കി പിവാക്കോ കി അസലി മാലിക് കാ നാം എൽഫിയത്ത. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിവാക്കയുടെ യഥാർത്ഥ യജമാനൻ എൽഫിയായിരുന്നു എന്ന്. ഉൻകെ ബാദ് അബ് ഉൻകാ ബേട്ട ഏലിയ ഉസ്കാ ഖ്യാൽ രഹത്താ ഹെ. ഇപ്പോൾ പിവാക്കിയെ സംരക്ഷിക്കുന്നത് ഏലിയയാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്, എൽഫിയുടെ മകനാണ്. ഏലിയ സമേത് സബി ലോക് ബഗീച്ചെ മേ ചലേ ഗയെ. ഏലിയോടൊപ്പം എല്ലാവരും പൂന്തോട്ടത്തിലേക്ക് എത്തി. വഹാ ബീച്ച് മേ ഏക് പേട് ഥ. അവിടെ നടുക്കൊരു വൃക്ഷമുണ്ടായിരുന്നു. മുझे ഇറ്റാലിയൻ തോടി ബഹുത് ഹി ആത്തി ഹി. എനിക്ക് ഇറ്റാലിയൻ ഭാഷ കുറച്ചേ അറിയാവൂ.
വഹാൻ ലോഗ് കുച്ച് ഗംഭീർ ബാത് കർത്തെ ദിഖ് രഹേ തെ. അവിടെ നോക്കിയപ്പോൾ ആളുകൾ എല്ലാവരും വളരെ സീരിയസ് ആയി സംസാരിക്കുന്നു. മുझे कुछ समझ नहीं आ रहा था. എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഉസ് വക്ത് കിസി സെ പൂച്ച്ന ടീക് ഭി നഹീ ലഗ. ആ സമയത്ത് ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും ശരിയല്ല. സോ മീൻ ചുപ് ചപ്പ് ഖടാ രഹ ത. ഞാൻ അവിടെ വെറുതെ മിണ്ടാതെ നിന്നു. പഹ്ലെ തോ ഉസ് പേട് കാ ചിത്ര ബനാനെ കാ മേരാ മൻ നഹീ ത. ആദ്യമൊക്കെ ആ വൃക്ഷം വരയ്ക്കാൻ എനിക്ക് തോന്നിയില്ല. മുझे वो कुछ खास नहीं लगा था. എനിക്കൊരു പ്രത്യേകതയും തോന്നിയില്ല. बाद में पता चला कि वह पेड़ उस जगह के मालिक ने എൽഫി के याद में लगाया था. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ സ്ഥലത്തിലെ ഓണർ എൽഫിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നട്ട ഒരു വൃക്ഷമാണ് അതെന്ന്. എൽഫി കോ പിവാക്കോ ബുരി ഹാലത്ത് മില്ലാത്ത. എൽഫിക്ക് പിവാക്കയെ കിട്ടിയത് വളരെ മോശം അവസ്ഥയിലായിരുന്നു. എൽഫിനെ ഉസ്കി ബെഡി തീമാർദാരി കർ ഉസി തന്ദുരുസ്ത് കിയ. എൽഫിക്ക് പിവാക്കയെ കിട്ടിയത് വളരെ മോശം അവസ്ഥയിലായിരുന്നു. എൽഫി എന്താണ് ചെയ്തത്? പിന്നെ പിവാക്കയെ വളരെ നന്നായി പരിപാലിച്ച് അവനെ ആരോഗ്യമുള്ളതാക്കി തീർത്തു. ആ പിവാക്കോ 14 സാൽ കാ ഹേ. ഇപ്പോൾ പിവാക്കയ്ക്ക് 14 വയസ്സായി. മെയിം ഉസ് പേട് കാ ചിത്ര ബനാനെ ലഗ. ഞാൻ അങ്ങനെ ആ വൃക്ഷത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. തബി പിവാക്കോ ഘൂംതാ ഹുവ ഉസ് പേട് കി സാമനെ ആ ഗയ. ആ സമയത്ത് പിവാക്കോ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നിട്ട് ആ വൃക്ഷത്തിൻ്റെ അടുത്ത് വന്നു നിന്നു. മേനെ ഉസേ ചിത്രമേ ഷാമിൽ കർ ലിയ. ഞാൻ ചിത്രം വരച്ചപ്പോൾ പിവാക്കയും ഉൾപ്പെടുത്തി. പത്തിയം ബനാനെ ലഗ തോ ഹൽക്കി ഹൽക്കി ബാരിഷ് ഹോനെ ലഗി. ഇലകൾ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. മേനെ സ്കെച്ച് ബുക്ക് കോ ഖുല ഛോട് ദിയ പത്തേ നഹി ബനായെ. ഞാൻ ആ വൃക്ഷത്തിന് ഇലകൾ വരച്ചില്ല. സ്കെച്ച് ബുക്ക് അങ്ങനെ തുറന്നു വച്ചിട്ട് പോയി. ബാരിഷ് നെ ജോ പത്തേ ബനായെ വഹി ഇസ് ചിത്രമേ ഹെ. ഈ ചിത്രത്തിൽ കാണുന്ന ഇലകൾ ബാരിഷ് രൂപപ്പെടുത്തിയ ഇലകളായിരുന്നു. വോ ഏകദം ജാദുയി പൽത്ത. അതൊരു മാന്ത്രിക നിമിഷമായിരുന്നു. മേനെ ഐസ ചിത്ര പഹലെ കബി നഹി ബനായാത്ത. ഇങ്ങനെയൊരു ചിത്രം ഞാൻ ഇതിനു മുമ്പ് വരച്ചിട്ടേ ഇല്ലായിരുന്നു. ഈ ചിത്രക്കോ ഹമാരി പൂരി യാത്രാക്കി ഇന്ദേഹാക്കി തരകമാനിയെ. ഈ ചിത്രത്തെ നമ്മുടെ ഈ യാത്രയുടെ അവസാന നിമിഷമായി കരുതിക്കോളൂ. ഉസ് ഷാം കാ പെർഫോമൻസ് ജബർദസ്ത് ത. സബ് കുച്ച് തെ. എല്ലാവരും വൈകുന്നേരത്തെ പെർഫോമൻസിൽ വളരെ ഹാപ്പി ആയിരുന്നു. ഈ യാത്രനെ ഹമേ ഇത്തനെ പ്യാരെ ദോസ്ത് ദിയേ തെ. നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഈ യാത്രയിൽ നിന്ന് കിട്ടി. हमने जाना कि सब मिलकर अगर वो करे जिसमें उनका दिल धड़कता है और उसे लोगों से साझा करते चले तो दुनिया कितनी खूबसूरत हो जाती है. ഈ യാത്രയിൽ നിന്നും എനിക്ക് മനസ്സിലായത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകം എത്ര മനോഹരമായിരിക്കും. ഇസ് യാത്രാസി മുച്ച്മീം കൈ ബദലാവ് അയഹേ. ഈ യാത്രയിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായി. മേരാ യക്കിൻ ബഡാ ഹെ കി ജോ ചീസ് മുझे പസന്ദ് ഹെ മുझे വഹി കർത്തേ രഹനാ ചാഹിയേ. ഈ യാത്രയിൽ കൂടി എനിക്ക് എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ സാധിച്ചു. എനിക്ക് എന്താണ് ഇഷ്ടം അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് ലേഖകൻ ഈ യാത്രാ വിവരണം അവസാനിപ്പിച്ചു.